നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണ ഇതി നാമസങ്കീർത്തനം സദാ ലോക്ഷ്യമായ കുറുവന്നം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭവിരാധേശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നമസ്കാരം. 23-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം. പ്രാചേതസ ദക്ഷൻ്റെ കഥ. ദക്ഷൻ സർഗം വർദ്ധിക്കണം, സൃഷ്ടി വർദ്ധിക്കണം എന്ന ആഗ്രഹത്താൽ ഭഗവാനെ തപസ് ചെയ്തു എന്നും ഭഗവാൻ അതിന് പാകത്തിനുള്ള വരം നൽകി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ദാമ്പത്യത്തിന് അനുയോജിച്ച ഒരു കുമാരിയെ ഇതാ പത്നിയായി നൽകി എന്ന് ഇന്നലത്തെ ശ്ലോകം നമ്മൾ സ്മരിച്ചു. പതിവ് പോലെ പാരായണം ചെയ്ത് നമുക്ക് ആരംഭിക്കാം. തസ്യാത്മജാസ്ത്വയുതമീശ പുനഃസഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാപു നൈകത്രവാസമൃഷയേ സമുമോച ശാപം ഭക്തോത്തമസ്തൃഷിരനുഗ്രഹമേവം മേനേ. അവിടെ നാരദൻ്റെ കഥ നമ്മൾ ഇന്നലെ ചെറുതായിട്ട് സൂചിപ്പിച്ചു. നാരദൻ്റെ ശാപം വിശ്വപ്രസിദ്ധമായിട്ടുള്ള ശാപമാണ്. നമ്മൾ കാരണവന്മാരൊക്കെ കുട്ടിക്കാലത്ത് ധാരാളം കഥകൾ പറഞ്ഞു തരുമ്പോൾ, മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞു തരുമ്പോൾ നാരദനുള്ള ഒരു ശാപം, ഒരു നാഴികയിൽ കൂടുതൽ ഒരു ദിക്കിൽ നിൽക്കാൻ പറ്റാതെ പോകട്ടെ എന്നൊരു ശാപം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ശാപത്തിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് ഇതേവരെ നമുക്ക് ഭാഗവതത്തിന് അടുത്തെത്തുന്നത് വരെ അത്ര ബോധ്യം ഇല്ലായിരുന്നു. പിന്നെ ശാപം എന്താണെന്നും ഒരു നാഴിക സമയം എന്നുള്ളത് ഒരു കണക്ക് പറഞ്ഞു എന്നല്ലാതെ വാസ്തവത്തിൽ എന്തായിരുന്നു ശാപം എന്നുള്ളതും നമുക്കൊരു പക്ഷേ സത്സംഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാര്യം ഒരു അത്ര ആക്യുറേറ്റ് ആയിരുന്നില്ല, അതിൻ്റെ അറിവ് അത്ര കൃത്യമായിരുന്നില്ല, വെരിഫൈഡ് ആയിരുന്നില്ല എന്നർത്ഥം. ഇവിടെ ഒരമ്മ ചോദിച്ചു, ഗായത്രി സ്ത്രീകൾക്ക് ജപിക്കാൻ പാടോ എന്ന് ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ അതിന് ഉത്തരം ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതാണ് എൻ്റെ വിശ്വാസം. ഗായത്രി ജപം എന്നുള്ളത് സ്ത്രീകൾക്ക് വൈദികമായിട്ട് നിഷിദ്ധമാണ്, ജപിച്ചുകൂടാ, അതിന് സംശയമില്ല. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഗായത്രി എന്നുള്ളത് സ്വതവേ മന്ത്രജപം തന്നെ സ്ത്രീശൂദ്ര ദ്വിജബന്ധൂനാം ത്രയീ ന ശ്രുതി ഗോചരാന്ന് ഞാൻ ഒരാഴ്ച മുമ്പുള്ള ഒരു ശ്ലോകത്തിലാണ് പറഞ്ഞത്. ഇപ്പോൾ ഗായത്രി മന്ത്രം സ്ത്രീകൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. ഒന്നാമത്തേതായിട്ട് ഗായത്രി മന്ത്രത്തിൻ്റെ ഉദ്ദേശം ധിയോ യോ ന പ്രചോദയാൽ. ഒരമ്മയായി കഴിയുമ്പോൾ ഒരുവളുടെ ബുദ്ധി എങ്ങനെ പോയാലും നേരെയാവേണ്ടതാണ്. കരികാലത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അതിന് വിപരീതമായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിലും എത്ര ദുഷ്ടയായിട്ടുള്ള സ്ത്രീ ആയാലും ഒന്ന് പ്രസവിക്കുമ്പോൾ തൻ്റെ മക്കളെ ഓർത്ത് അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി അവർക്ക് നന്നാവാതെ നിവൃത്തിയില്ല എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഈ ഗായത്രി മന്ത്രം ജപിക്കരുത് എന്നുള്ള ഭാഷ്യത്തേക്കാൾ കൂടുതൽ നല്ലത് ഗായത്രി മന്ത്രത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഭാഗത്തേക്കാണ് കൂടുതൽ ഊന്നൽ നമ്മൾ കൊടുക്കേണ്ടത്. ഗായത്രി മന്ത്രം ഒന്നാമത് പബ്ലിക്കായിട്ടുള്ളൊരു മന്ത്രമല്ല, പബ്ലിസൈസ്ഡ് അല്ല. പിന്നെ നമ്മൾ അതിനുവേണ്ടി അത് ജപിച്ചാൽ സ്പെഷ്യൽ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുമല്ലോ എന്ന് വിചാരിക്കുന്നത് മൂഢത്വമാണ്. ആ ഒരർത്ഥത്തിലാണ് ചോദിച്ചത് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാനൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യത്തിൽ പറഞ്ഞതാണ്. കാരണം ധാരാളം ആളുകൾ ഗായത്രി ജപിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഗായത്രി ജപിക്കൂ എന്നാണ്. അങ്ങനെ എല്ലാവർക്കും ജപിക്കാമെങ്കിൽ ഒരു എത്രയായാലും ശരി. സച്ചിൻ ടെണ്ടുൽക്കർ 100ഓളം സെഞ്ചുറി നേടിയ ആൾ, അദ്ദേഹം പറമ്പിൽ വന്ന് ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നിലവാരം എന്തായിരിക്കും? അപ്പം നിലവാരത്തിന് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. പക്ഷേ കാണുന്നവർക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ ആ രീതിയിലുള്ളതാണ് ഈ ഗായത്രി മന്ത്രമായാലും മന്ത്രങ്ങൾ ഏതായാലും അതിനൊരു നിലവാരമുണ്ട്. അർഹതയില്ലാത്തവരത് ജപിക്കരുത്. അതുകൊണ്ടാണ് മന്ത്രങ്ങൾക്ക് അർഹത വെച്ചത്. കഴിഞ്ഞ ദശകം മുഴുവൻ നമ്മൾ കേട്ടത് നാമമാഹാത്മ്യമാണ്. നാമത്തിന് അർഹതയൊന്നുമില്ല, മന്ത്രങ്ങൾക്ക് അർഹതയുണ്ട്, മന്ത്രങ്ങൾക്ക് അധികാരികളുണ്ട്. മന്ത്രാധികാരമില്ലാത്തവർ മന്ത്രത്തെ ഉപാസിക്കരുത്. എന്താ ഉപാസിച്ചാന്ന് ചോദിച്ചാൽ തലവേദന ഇല്ലാതെ ക്രോസിൻ കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നതേ ഉള്ളൂ. അത് മരുന്നല്ല ഏതായാലും ധാരാളം കഴിച്ചോളൂ എന്ന് നമ്മൾ വെറുതെ ടോണിക്ക് കഴിക്കാറുണ്ടോ?
സിറപ്പ് ധാരാളം കഴിക്കാറുണ്ടോ ഈ ജലദോഷം ഇല്ലെങ്കിൽ? അപ്പം അത് നിഷിദ്ധമായിട്ടുള്ള ഭാവനയിൽ നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് നിഷിദ്ധമായിട്ടുള്ള ഗുണമേ തരുള്ളൂ. മത്സരബുദ്ധിയോടെ ഞാൻ മന്ത്രം ജപിച്ചാൽ എന്താ കുഴപ്പം എന്ന ഭാവനയിൽ മന്ത്രം ജപിച്ചാൽ അത് നമുക്ക് വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു റിസൾട്ടേ തരുള്ളൂ. ചോദ്യത്തിൻ്റെ ഞാൻ വീണ്ടും പറയുന്നു, ചോദിച്ച ആളുടെ മെൻറ്റാലിറ്റി അല്ല കേട്ടോ ഞാൻ പറയുന്നത്, കോമൺ ആയിട്ടുള്ളൊരു അവസ്ഥ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ജപിക്കരുത്, സംശയമില്ല. ഇനി അത് താനാരാ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറയാൻ ഞാൻ തന്നെ വേണമല്ലോ, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. വൈദികമായിട്ടും ശാസ്ത്രീയമായിട്ടും ഗായത്രി മന്ത്രം നിഷിദ്ധമാണ്. സ്ത്രീകൾക്കെന്നല്ല, വേറെ അനവധി ആൾക്കാർക്ക് നിഷിദ്ധതയുണ്ടല്ലോ. സ്ത്രീ ശൂദ്ര ദ്വിജബന്ധൂന എന്ന്, ശൂദ്രന്മാർക്കും മറ്റും ഈ ശൂദ്രവൃത്തി ചെയ്യുന്നവർക്ക് എന്നർത്ഥം. പിന്നെ ഇതിനെ പരിഷ്കരിച്ച് മന്ത്രം ജപിക്കാമെന്ന ഒരു അർത്ഥത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാം, അതിന് വിരോധമില്ല. ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. ഇനി ജപിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഷോഡശ സംസ്കാരത്തിൽപ്പെട്ട ആളുകൾ വേണം. ഇത് ഗായത്രി മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന് ഉപദേഷ്ടാവ് വേണം. മന്ത്രോപദേശകൻ, ഏത് മന്ത്രമായാലും പൊതുവെ ഉപദേഷ്ടാവ് വേണം. ഈ ഉപദേഷ്ടാവ് വേറെ ആളുടെ കയ്യിൽ നിന്നെങ്കിലും ഉപദേശം സ്വീകരിച്ചവനായിരിക്കണം. ചുരുക്കം പറഞ്ഞാൽ പാരമ്പര്യമായി ഗുരുനാഥന്മാരുടെ ഉപദേശത്താൽ മാത്രം ആശ്രയിക്കാവുന്ന ഉപാസിക്കാവുന്ന ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം. അതും സ്ത്രീകൾ ഉപാസിച്ചുകൂടാ എന്ന് തന്നെ ഞാൻ പറയും. സ്ത്രീകൾക്ക് ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഒരു കാരണം, മന്ത്രത്തിന് നിഷിദ്ധമായിട്ടുള്ള ഒരു കാരണം അതാണ്. വോക്കൽ കോഡ്, ആ വോക്കൽ കോഡിൻ്റെ നേർമ, ആ അക്ഷര ഉച്ചാരണം അല്ലാതെ വരിക. ഉച്ചാരണം ശരിയല്ലെങ്കിൽ ആ മന്ത്രത്തിൻ്റെ ഉദ്ദേശം മാറിപ്പോവും. പത്മിനി എന്നുള്ള പേരുള്ള ആളെ പമ്മിനി എന്ന് വിളിച്ചാലോ, അയ്യോ അവന് അത്ര പറ്റുള്ളൂ, അവൻ്റെ ഉച്ചാരണം അങ്ങനെയാണ്, പക്ഷെ നമുക്ക് ദേഷ്യം വരും എന്നുള്ളതിൽ വേറെ തർക്കമില്ല. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഉച്ചാരണം ശരിയായാലേ മന്ത്രത്തിൻ്റെ ഫലം ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഫലമുണ്ടാവും, അത് ഏത് തരത്തിലാവുമെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പം മാത്സര്യഭാവത്തിലും നിഷേധഭാവത്തിലും നമ്മൾ അത്തരത്തിലുള്ള ഉപാസനകൾ ഒഴിവാക്കുകയാണ് നല്ലതെന്നാണ് എളിയ അഭിപ്രായം എൻ്റെ. ഉപദേശമായിട്ട് കിട്ടിയ ഗുരുനാഥന്മാരാണെങ്കിൽ പോലും സ്ത്രീകൾ ആ ഉപദേശം സ്വീകരിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിഷിദ്ധം എന്നുള്ള ഭാവം മാറ്റി അതിൻ്റെ ആവശ്യമില്ല എന്ന ഭാവത്തിലേക്ക് നമ്മൾ മനസ്സിനെ ഉയർത്തിയാൽ അപ്പോൾ നമ്മളുടെ ഗ്രേസ്, സ്ത്രീത്വത്തിൻ്റെ ഗ്രേസ് എന്താണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു മന്ത്രം ജപിച്ചാണ് സ്ത്രീ വലുതാവുന്നതെന്ന് ഞാൻ കേട്ടിട്ടില്ല. മന്ത്രം ജപിച്ച ഏതെങ്കിലും സ്ത്രീകൾ പരമാചാര്യ പദത്തിലേക്ക് എത്തി ഇല്ല. സ്ത്രീകൾ, ഈവൻ സന്യാസിനിമാർ പോലും മന്ത്രം ജപിക്കാറില്ല എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ഈ സന്യാസം തന്നെ സ്ത്രീക്ക് നിഷിദ്ധം, അത് വേറെ വിഷയം. ഒരമ്മയാവുക, മുത്തശ്ശിയാവുക, ഇനി നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ ഏറ്റവും നല്ല അധ്യാപികയാവുക, അല്ലെങ്കിൽ ഏത് ജോലിയായാലും അതിൽ മികവുറ്റ രീതിയിലുള്ള പ്രകടനം നടത്തുക എന്നുള്ളതിൽ കവിഞ്ഞ ഒരു സ്ത്രീക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് പൊതുവെ ഞാൻ. ശാസ്ത്രീയമായിട്ടും നിഷിദ്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ക്ലിയറാണ്. ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണ്ട എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഭംഗി ഉണ്ടാവുക. കാരണം ശാസ്ത്രങ്ങൾ പ്രത്യേകിച്ച് വേണ്ട എന്ന് പറയുന്നത് ശാസ്ത്രങ്ങൾക്ക് ഒരു വിധത്തിലുള്ള എന്താ പറയുക ഡിസ്ക്രിമിനേഷനും ഇല്ല എന്ന് നമ്മൾ ധരിക്കണം. കാരണം അവിടെ ബ്രാഹ്മണന്മാർ, ഇപ്പോൾ നമ്മളെല്ലാവരും ഉന്നം വയ്ക്കുന്നത് ബ്രാഹ്മണന്മാരിലേക്കാണല്ലോ. ഈ ബ്രാഹ്മണന്മാരെ എങ്ങനെ ജീവിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്, ബ്രാഹ്മണന്മാർക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അത് നരകം വായിക്കുമ്പോൾ പഞ്ചമസ്കന്ധത്തിൽ മനസ്സിലാവും. ബ്രാഹ്മണന്മാരെ ഏറ്റവും കെയർഫുള്ളായിട്ട് ജീവിക്കേണ്ട വിഭാഗമാണ്. നമ്മളെല്ലാവരും ബ്രാഹ്മണൻ എന്ന് വിചാരിച്ചിട്ട് തുള്ളിച്ചാടുക. പൂണുതുള്ളിട്ട് നടക്കൽ മാത്രമല്ല ബ്രാഹ്മണ്യം. ഏറ്റവും കെയർഫുള്ളായിട്ട് ജീവിക്കേണ്ട ഒരു കാറ്റഗറിയാണ് ബ്രാഹ്മണന്മാർ എന്ന കാറ്റഗറി. കാരണം പല 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 കാര്യങ്ങളും നിഷിദ്ധമാണ് ബ്രാഹ്മണന്. ഒരുപാട് റിസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ബ്രാഹ്മണൻ ജീവിക്കേണ്ടത്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് തോന്നും എന്നാൽ പിന്നെ ഇതാ ഭേദം തോന്നും. അങ്ങനെ ഒരു കമ്പാരിഷനിലൂടെ ജീവിക്കാതിരിക്കുക. സ്ത്രീ എന്നുള്ളതിൻ്റെ പറഞ്ഞല്ലോ,
വേദങ്ങളിൽ മന്ത്രം കണ്ടുപിടിച്ച ഋഷിമാരുകളുണ്ട്, ഋഷികുമാരിമാരുണ്ട്. അവരൊന്നും ഗായത്രി മന്ത്രം ജപിച്ചവരായിക്കൊള്ളുന്നില്ല. അപ്പോൾ ദേവഹൂതിയുടെ കഥ നമ്മൾ കേട്ടു. ഗായത്രി മന്ത്രം ജപിച്ചതല്ല അമ്മ. ഭഗവാനോട് ഉപദേശിക്കുന്നത് ഗായത്രി മന്ത്രം ജപിക്കുമെന്നല്ല, ഷോഡശ സംസ്കാരത്തിലൂടെ ജീവിക്കുമെന്നല്ല അവിടെ ഉപദേശിക്കുന്നത്. അപ്പോൾ നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക തന്നെയാണ്. കാരണം അതിൻ്റെ നിഷേധത്തിന്, ഓരോരോ നിഷേധത്തിനും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് പറയാൻ ഞാൻ ബാധ്യസ്ഥനുമല്ല, പറയേണ്ട ആവശ്യകതയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ വേദങ്ങളിൽ പറഞ്ഞത് എന്നുള്ള രീതിയിൽ മാറ്റൂ, അല്ലെങ്കിൽ വേണ്ട കാരണവന്മാർ പറഞ്ഞത് അങ്ങനെ കണ്ടോളൂ. കാരണവന്മാർ ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരിക്കുക തന്നെയാണ് നല്ലത്. അത് വീണ്ടും വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനി നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഗായത്രി മന്ത്രമായിക്കോളൂ എന്ന്. അതിലെനിക്ക് അഭിപ്രായമില്ല. ഐ എം നോട്ട് ദെയർ ടു കമൻറ്റ് എനിത്തിങ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹത്തിനോട് ചോദിക്കണം, അദ്ദേഹത്തിന് ഉപദേശമുണ്ടോ എന്ന് ചോദിക്കണം. അദ്ദേഹം ഉപദേശമുള്ള ആളാണ്, അദ്ദേഹം നിങ്ങൾക്ക് ഉപദേശിച്ചു വെച്ചാൽ ഗുരുവിൻ്റെ ഉപദേശമാണ് നിങ്ങൾക്ക് ധാരാളമായിട്ട് ഫോളോ ചെയ്യുക. അതിനെതിരല്ല ഞാൻ. ഗുരുത്വത്തിനൊരു സ്ഥാനമുണ്ട്. പക്ഷെ ചോദിച്ച് മനസ്സിലാക്കണം, ഗുരുനാഥനോട് വളരെ സൗമനസ്യത്തോടു കൂടി ചോദിക്കണം, അല്ലാണ്ട് നിഷേധത്തോടു കൂടി ചോദിക്കരുത്. സൗമനസ്യത്തോടു കൂടി ചോദിക്കണം, എന്താണ്, എവിടുന്നാണ് അങ്ങേക്കുള്ള ഉപദേശം, അങ്ങയുടെ ഗുരുനാഥൻ ആരായിരുന്നു, എക്സെട്ര എക്സെട്ര. അന്വേഷിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഗായത്രി മന്ത്രത്തിൻ്റെ കാര്യത്തിൽ, മന്ത്ര ഉച്ചാരണത്തിൻ്റെ കാര്യത്തിൽ ഉപദേശം വേണമെന്നുള്ളത് വിധിയാണ്. ഗുരുവിൻ്റെ വെയർ അബൌട്ട്സ് നമ്മൾ തിരക്കേണ്ട ആവശ്യമില്ല, കാര്യം ശരിയാണ്. പക്ഷെ വിധിയാണ്. പാരമ്പര്യമായിട്ടുള്ളൊരു ചാനൽ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം ആരുഷ ഭാരത സംസ്കാരം എന്നറിയപ്പെട്ടത്? അവിടുന്ന് നമുക്ക് തുടങ്ങിയാൽ ഋഷിമാരുടെ പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ടായ സംസ്കാരമാണ്. ഋഷിമാർ ശിഷ്യ തച്ഛിഷ്യ പ്രശിഷ്യ പരമ്പരകളാൽ നിൽക്കുന്നതാണ് ഈ ഋഷി സംസ്കാരത്തോടു കൂടിയ ഭാരത സംസ്കാരം. അപ്പം അതിന് ശിഷ്യ തച്ഛിഷ്യ പ്രശിഷ്യ പരമ്പരകൾ ഉണ്ടാവുമ്പോൾ ഒരാൾ ശിഷ്യനാവുന്നത് ആ ഗുരുവിൻ്റെ ഉപദേശത്താലാണ്. ഏകലവ്യനെ ദ്രോണർ ശിഷ്യനായിട്ട് അംഗീകരിക്കാത്തിടത്തോളം ലോകം ഏകലവ്യനെ ദ്രോണന്റെ ശിഷ്യനായിട്ട് അംഗീകരിക്കില്ല. അപ്പോൾ ഉപദേശം കിട്ടുമ്പോൾ മാത്രമേ ഒരാൾക്ക് ശിഷ്യപ്പെടുന്നുള്ളൂ. അത് ഏത് തരത്തിലുള്ള ഉപദേശമാണ്? മന്ത്രോപദേശം ആയിക്കൊള്ളുന്നില്ല, മാർഗോപദേശം അങ്ങനെയാവാം. ഇന്ന രീതിയിൽ ജീവിക്കുന്നോ, മാർഗോപദേശം തരുന്ന ആളും ഗുരുനാഥനാണ്. മന്ത്രോപദേശം മാത്രം ആയിക്കൊള്ളുന്നില്ല. പക്ഷെ സ്പെഷ്യലി ഇൻ അവർ കസ്റ്റം, ഇൻ അവർ ട്രഡീഷൻ, മന്ത്രദീക്ഷ സ്വീകരിക്കുന്നത് ഗുരുനാഥനിൽ നിന്നായിരിക്കണം. പിന്നെ ഗായത്രി മന്ത്രത്തിൻ്റെ ഉച്ചാരണം കഴിഞ്ഞാൽ അടുത്തത്, ഈ ഗായത്രി മന്ത്രം ജപിക്കുന്നവർ ചില സെർട്ടൺ റിസ്ട്രിക്ഷൻസ് കൊണ്ടുനടക്കണം എന്നുള്ളത് ശാസ്ത്രങ്ങളിൽ പറയുന്നു. നിങ്ങൾ അഥവാ ജപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഉപദേശം സ്വീകരിക്കണം, ഉപദിഷ്ടനായിട്ടുള്ള ഗുരുനാഥൻ്റെ മുമ്പിൽ നിന്ന്. അദ്ദേഹം ഉപദേശിക്കപ്പെട്ടവനായിരിക്കണം. അങ്ങനെ ഒരാളിൽ നിന്ന് നിങ്ങൾ ഉപദേശം സ്വീകരിക്കുക. റിസ്ട്രിക്ഷൻസ് ധാരാളമുണ്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള റിസ്ട്രിക്ഷൻസ്. അത് പാലിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഗായത്രി ജപിച്ചുള്ളൂ, വിരോധമല്ലേ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും പറയണതും ആൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ചോദിച്ചു ജപിക്കാമോ എന്ന് ചോദിച്ചു, എൻ്റെ അഭിപ്രായം പറയണമെന്നാണ് പറഞ്ഞത്. എൻ്റെ അഭിപ്രായം സംശയമില്ല, ഇറ്റ്സ് എ ബിഗ് ബ്ലേറ്റൻറ്റ് നോ. അത് വേണ്ട എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. നിഷേധമൊക്കെ കമ്മ്യൂണിസത്തിൽ നിന്നും മാർക്സിസത്തിൽ നിന്നൊക്കെ വന്നതാണ്, യുക്തിവാദത്തിൽ നിന്ന് വന്നതാണ്. അത് നമ്മുടെ സംസ്കാരമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. യുക്തിവാദം നമ്മുടെ സംസ്കാരമാണ്. കമ്മ്യൂണിസം മാർക്സിസം ഒന്നും നമ്മളുടെ നാട്ടിലുണ്ടായതല്ല എന്നുള്ളത് ധരിക്കുക. അതിനെ പിന്തുടർന്നിട്ടാണ് കുറേ ആൾക്കാർ അങ്ങനെ ആയ എന്താ കുഴപ്പം, ഇങ്ങനെ ആയ എന്താ കുഴപ്പം, ഫാസിസം, സവർണ മേധാവിത്വം എന്നുള്ള പദങ്ങളൊക്കെ കേട്ട് ശീലിച്ച ആൾക്കാരല്ലേ മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാമം ജപിക്കാനോ അല്ലെങ്കിൽ മന്ത്രം ജപിക്കാൻ തയ്യാറാവരുത്. ഫാസിസ്റ്റുകളായ ബ്രാഹ്മണന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം ഈ തിരുമേനിമാരെ, അങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നുള്ള ആഗ്രഹത്തിലൊരു മന്ത്രോച്ചാരണം ചെയ്യാൻ നിൽക്കരുത്. മന്ത്രം എന്നുള്ളത് നിഷിദ്ധം തന്നെയാണ് സ്ത്രീകൾക്ക്, അതിൽ സംശയം വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വോക്കൽ കോഡ് നേർത്തതാണ്,
ചില അക്ഷരങ്ങൾ അതിൻ്റെ പരിപൂർണതയിലെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായില്ലെങ്കിൽ അതിൻ്റെ ഫലം വിപരീതമായിരിക്കും. അത് സ്ത്രീകൾക്ക് സാധിക്കില്ല, സ്ത്രീകളുടെ ശാരീരിക ഭാഷ വെച്ച്. എന്നുള്ളത് കൊണ്ടാണ് മന്ത്രം സ്ത്രീകൾ ജപിക്കരുത് എന്നുള്ള സിദ്ധാന്തം ഉണ്ടായത്. ജപിപ്പിക്കാൻ ഒരു ഗുരുനാഥൻ തയ്യാറായി കഴിഞ്ഞാൽ ഞാൻ അതിനെതിരല്ല. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായമുണ്ട്, അത്രേ ഉള്ളൂ. വീണ്ടും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാ നോ എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ ഭാഗവതം പഠിപ്പിക്കുന്ന ആളല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. ഭാഗവതത്തിനെ ഞാൻ ഭക്തികാവ്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള അമ്മമാരോട് ചോദിച്ചാൽ അറിയാം, പാരായണത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് അവിടെ ഒരാചാരവും ഞാൻ സമ്മതിക്കാറില്ല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന് ജപിപ്പിക്കും, പാരായണം വൃത്തിയായിട്ട് ചെയ്യിക്കും. അവരവരുടെ വൃത്തിയിൽ അവരത് വായിക്കുകയും ചെയ്യും. അല്ലാതെ അവിടെ ഇന്ന സ്ഥലത്ത് പൂജ ചെയ്യാനോ ഇന്ന സ്ഥലത്ത് വിളക്ക് വെച്ച് കത്തിക്കാനോ ഇന്ന സ്ഥലത്ത് നമസ്കരിക്കാനോ ഒന്നും ഞാൻ ആവശ്യപ്പെടാറില്ല, ചെയ്യാറില്ല. കാരണം ഇറ്റ്സ് എ ക്ലാസ് ഓൺലി. അപ്പോൾ ഗായത്രി മന്ത്രത്തിൻ്റെ നിങ്ങളുടെ ചോദ്യം നന്നായി. ചോദ്യത്തെ വിമർശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നരുത്. ചോദ്യത്തെ ശ്ലാഘിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ചോദ്യം വളരെ നന്നായി. ഞാനിത് ഉത്തരം ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. ഈ 200 ചില്ലാനും ദിവസത്തിനുള്ളിൽ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീകളുടെ മന്ത്രജപത്തിൻ്റെ ഒരു അസാംഗത്യം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അനൗചിത്യം എന്താണെന്നുള്ളത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണെന്ന് മാത്രം. വീണ്ടും റിപ്പീറ്റ് ചെയ്തു, കുറച്ചുകൂടി ഡിഫറൻ്റായി റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഈ അഭിപ്രായം നമുക്കിവിടെ ക്ലോസ് ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കലികാലമാണ്, ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് അത് തെറ്റാണ്, അങ്ങനെ പറയണതിൽ അർത്ഥമൊന്നുമില്ല എന്ന് പറയാൻ വേറെ ആളുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ അവിടെ ഇവിടെ തൊടാതെ ഉത്തരം പറയണത്. പിന്നെ നിങ്ങൾ എൻ്റെ അഭിപ്രായം എന്നുള്ളത് ഞാൻ ഊന്നി പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ അതിനുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി. ഇനി ഇതുപോലെ ഒരു ക്രൈസിസിലാണ് ദക്ഷൻ ചെന്ന് പെടണത്. അതാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന കഥ. ഈ ദക്ഷൻ സൃഷ്ടി വർദ്ധിപ്പിച്ചത് രേതസാ മനസാ ചൈവ എന്നാണ് പ്രയോഗം ശ്രീശുഖൻ്റെ. ശാരീരികമായിട്ടും മാനസികമായിട്ടും ദക്ഷിണ കുട്ടികളുണ്ടായിരുന്നാണ്. ആദ്യം 10,000 കുട്ടികൾക്ക് ഹരിയശ്വന്മാർ എന്ന് പേരിട്ടു. 10,000 പേരും ഒരുപോലെയായിരുന്നു കണ്ടാൽ. ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള 10 ചോദ്യങ്ങളോട് കൂടിയ ഒരു മാജിക് കാണിക്കുന്നുണ്ട് ശ്രീനാരദ മഹർഷി. വാചക്കൂട്ടം എന്നാണ് ഈ ചോദ്യക്കൂട്ടങ്ങളുടെ പേര്. വാക്കുകളുടെ കൂട്ടം ആയതുകൊണ്ടാണ് അതിന് വാചക്കൂടം എന്ന് പേര് വരാൻ കാരണം. അവിടെ 10 ചോദ്യങ്ങളിൽ പ്രസക്തമായ 10 ചോദ്യങ്ങളും പറ്റുമെങ്കിൽ നോക്കാം. നമുക്ക് മുഴുവൻ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, അതാണ്. ആദ്യത്തെ ചോദ്യം ഭൂമിയുടെ അറ്റം ഏതാണെന്നായിരുന്നു. കുട്ടികളൊക്കെ കൂടി തപസ് ചെയ്യാൻ പോകണം കണ്ടപ്പോൾ നാരദൻ ചോദിച്ചു, നിങ്ങൾ ഈ ചെറിയ കുട്ടികളെല്ലാവരും കൂടി എങ്ങടാ പോണത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങൾ തപസ് ചെയ്യാൻ പോവുകയാണ്. അച്ഛനെ തിരിച്ചൊന്ന് സൃഷ്ടിയിൽ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. പക്ഷേ വെറുതെ സൃഷ്ടിച്ചാൽ പോരാ, തപശക്തിയോടെ സൃഷ്ടിക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഞങ്ങളെല്ലാവരും തപസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ആരാ നിങ്ങളുടെ അച്ഛൻ ചോദിച്ചു. ദക്ഷൻ. വെറുതെ അല്ല, ആ ഒരു വാസനാബലമുണ്ട്. ഏതായാലും നിങ്ങളോടെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ വയ്ക്കാം, അതിനൊക്കെ ഉത്തരമായിട്ട് എല്ലാവരും പോയാൽ മതി എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. കുട്ടികളല്ലേ, കൗതുകം ഉണ്ടാവർക്ക്. അവരവിടെ ഇരുന്നു. ആദ്യത്തെ ചോദ്യം ഭൂമിയുടെ അറ്റം ഏതാണെന്നായിരുന്നു. ഭൂമിയുടെ അറ്റം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ ബുദ്ധിമാന്മാരായിട്ടുള്ള കുട്ടികളാണ്, ദക്ഷൻ്റെ കുട്ടികളാണല്ലോ. അവർക്ക് പെട്ടെന്ന് പിടികിട്ടി ഈ ഭൂമിക്കൊരു അറ്റമൊന്നുമില്ല. പക്ഷെ ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് നാരദ മഹർഷി ജീവിതമാണെന്നും, ജീവിതം എന്നുള്ളത് ഭൂമിയുടെ പ്രതീകമാണല്ലോ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതീകമാണല്ലോ ഭൂമിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഭൂമിയെ ജീവിതത്തിൻ്റെ പ്രതീകമായി കണ്ടുകൊണ്ട് അവർ മറുപടി പറഞ്ഞു. ജീവിതത്തിൻ്റെ അറ്റം മരണം എന്ന് അവരോട് മറുപടി പറഞ്ഞു. പിന്നെ ചോദിച്ചു, അനുനിമിഷം വേഷം മാറുന്ന ഒരു സ്ത്രീ ആരാ, പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് മനസ്സിലായി ഈ സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് കേവലം ഒരു സ്ത്രീയല്ല. കാരണം ശാരീരികമായിട്ടൊരു സ്ത്രീ ആണെങ്കിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ പോലെ അല്ല. അപ്പോൾ ഇവിടെ അനുനിമിഷം വേഷം മാറുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് അത് ഒറ്റ സ്ത്രീയുള്ളൂ. അനുനിമിഷം വേഷം മാറാൻ ഒരു സ്ത്രീക്കും സാധിക്കില്ല. ആ സ്ത്രീ മായയാണ് അല്ലെങ്കിൽ ബുദ്ധിയാണെന്ന് അവർ കണ്ടെത്തി. ബുദ്ധി എന്നവർ മറുപടി പറഞ്ഞു. നാരദൻ അങ്ങോട്ട് ഇംപ്രസ്ഡായി അവരുടെ പെർഫോമൻസിൽ.
പിന്നീട് ആരെ കണ്ടാലും സ്വീകരിക്കുന്ന ഒരു പുരുഷനുണ്ട്, ആരാന്ന് ചോദിച്ചു. ആരെ കണ്ടാലും പോയി കല്യാണം കഴിക്കും, സ്വന്താക്കും. നേരത്തെ സ്ത്രീ, ഇപ്പൊ പുരുഷൻ. അവർക്ക് അപ്പം മനസ്സിലായി അത്. ഇതും പുരുഷന്മാർ പലരും ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എങ്കിലും പുരുഷന്മാരിൽ പൊതുവെ എല്ലാവരും വലിയ സ്ഥാനമോഹം ഉണ്ടെങ്കിലും ഒരു കല്യാണം കഴിക്കുമ്പോഴേക്കും മതിയാവുന്ന ആൾക്കാരാണ് പൊതുവെ. അപ്പം അതുകൊണ്ട് അത് അങ്ങനെ ഒരു സാധാരണ പുരുഷനാവില്ല എന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ ആരെയും സ്വീകരിക്കും എന്നുള്ളത് നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായി, ഏത് ശരീരത്തെയും സ്വീകരിക്കുന്ന പുരുഷൻ ജീവാത്മാവ്. അത് ആമയായാലും ആടായാലും കൊതുകായാലും ഈച്ചയായാലും പൂച്ചയായാലും ഒരുപോലെ സ്വീകരിക്കും ജീവാത്മാവ്. ഇപ്പം ജീവൻ എന്ന് അവർ മറുപടി പറഞ്ഞു. ഇപ്പം എത്ര ആയി? 3 ചോദ്യമായി. പിന്നെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. നദീം ഉഭയതോവാഹാം, 2 ദിക്കിലേക്കും 2 പ്രകാരവും ഒഴുകുന്ന ഒറ്റ നദി. 2 പ്രകാരം എന്ന് വെച്ചാലോ, കിഴക്കുനിന്ന് പടിഞ്ഞാട്ടും പടിഞ്ഞാട്ടുനിന്ന് കിഴക്കോട്ടും ഒരൊറ്റ നദിയാണ്, 2 അല്ല. എന്നാൽ സ്ട്രീം 2 ആവുമല്ലോ ഒറ്റ നദിയാണെങ്കിലും. അപ്പം അതിങ്ങനെ ചെന്ന് ഇങ്ങനെ വരണതായിരിക്കും അവർ തീരുമാനിച്ചു. ഒരു വട്ടം പോലെ കിഴക്കുനിന്ന് പടിഞ്ഞാട്ടും പടിഞ്ഞാട്ടുനിന്ന് കിഴക്കോട്ടും ഒരേ നദിയാണ്, പക്ഷെ 2 പ്രവാഹമായിരിക്കും അവർ കണ്ടെത്തി. അപ്പം അവർ പറഞ്ഞു 2 പ്രവാഹം, അതും ഒരൊറ്റ നദിയുടെ ഭാഗം. ഈ നദിയെ അവർ ജീവിതമായിട്ട് കണക്ട് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി, ഒരു ഭാഗത്ത് ജനനം, മറുഭാഗത്ത് മരണം. ഇത് രണ്ടും ഒരു സർക്കിളിൻ്റെ ഭാഗങ്ങളാണെന്ന് മനസ്സിലായി. അവർ കണ്ടെത്തി. അവർ ഉറക്കെ പറഞ്ഞു, 2 ദിക്കിലേക്ക് ഒരേ സമയം ഒഴുകുന്ന നദി ജനന മരണങ്ങൾ എന്നവർ പറഞ്ഞു. പിന്നെ പഞ്ചപഞ്ചാത്ഭുതം ഗൃഹം, 25 ഘടകങ്ങളെ കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം. വേഗം ഉത്തരം പറഞ്ഞവർ. പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, 4 അന്ധക്കരണങ്ങൾ പ്ലസ് ജീവൻ, 25 ഘടകങ്ങളുള്ള ആ കൊട്ടാരം ജീവനുള്ള ശരീരം തന്നെ എന്നവർ മറുപടി പറഞ്ഞു. പിന്നീട് ഒരു ഹംസത്തെക്കുറിച്ച് ചോദിച്ചു. ആ ഹംസം ഒരു ചിത്രകഥയിലെ നായകനാണ്. ചിത്രകഥ ഏത്, നായകനാര് ആയിട്ടുള്ള ഹംസം ആരെന്ന് ചോദിച്ചു. വിചിത്രമായിട്ടുള്ള കഥകളുള്ള ആള് സാക്ഷാൽ ഹരിയാണെന്ന് അവർ കണ്ടെത്തി. ചിത്രകഥയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കഥയിലെ നായകൻ ഹരി തന്നെ. അപ്പൊ ഹരി എന്ന ഹംസം നായകനായ ചിത്രകഥയാണ് അത് എന്നവർ മറുപടി പറഞ്ഞു. അതിനും ഒരു പാസ്സായി. ക്ഷുരകന്റെ കയ്യിലെ ഇരുതല മൂർച്ചയുള്ള കത്രികയേക്കാൾ അല്ലെങ്കിൽ കത്തിയേക്കാൾ മൂർച്ചയുള്ള ഒരു ചക്രമുണ്ട്, എവിടെ തൊട്ടാലും മുറിയും. ചക്രം എന്ന് കേട്ടാൽ നമുക്ക് എല്ലാവർക്കും ആദ്യം വരുന്ന ചക്രമുണ്ട്, കാലചക്രം. അത് തന്നെ അവർ മറുപടി പറഞ്ഞു. അത് മാർക്ക് കൊടുത്തു നാരദൻ. ഇനിയുമുണ്ട്. സമുദ്രത്തിലെ തിരമാലകളുടെ എണ്ണം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കോടിക്കണക്കിനുള്ള സാഗരത്തിലെ തിരമാലകളുടെ എണ്ണം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കോടിക്കണക്കിന് വരുന്ന ഈ സൗരയൂഥത്തിലെ ജീവജാലങ്ങളാണ് അത് എന്നുള്ളത് അവർ മറുപടി പറഞ്ഞു. അച്ഛൻ പറഞ്ഞതിലെ ശാസ്ത്രം എന്തെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഏത് ശാസ്ത്രവാക്യമാണ് നിങ്ങളുടെ അച്ഛൻ ഉപദേശിച്ചത്? 2 വാക്യങ്ങളല്ലേ അച്ഛൻ പറഞ്ഞത്. ഒന്ന്, തപസ് ചെയ്യൂ, തിരിച്ചു വന്ന് എന്നെ സൃഷ്ടിയിൽ സഹായിക്കുമെന്ന്. ഇതിലൊരു ശാസ്ത്രത്തിന്റെ എലമെന്റ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സംശയം ഉണ്ടായില്ല. സൃഷ്ടിയിൽ സഹായിക്കുക എന്നുള്ളത് ശാസ്ത്രമേ അല്ല, ശാസിക്കുന്നതേ അല്ല. അച്ഛൻ അതിൽ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അച്ഛൻ താല്പര്യമുണ്ടായിരുന്നത് തപസ്സിലായിരുന്നു. അപ്പൊ തപസ് ചെയ്യാനുള്ള ആഹ്വാനമാണ് ഈ ശാസ്ത്രം, അച്ഛൻ പറഞ്ഞതിലെ ശാസ്ത്രം എന്ന് അവര് കണ്ടെത്തി. അപ്പൊ അങ്ങനെ എത്ര ചോദ്യം എന്ന് എനിക്കറിയില്ല. ഇനി മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം അത്രേ ഓർമ്മ വരുള്ളൂ. അങ്ങനെ അവർ ആ 10 വാചക്കൂടം എന്ന പേരിലുള്ള ആ 10 ചോദ്യങ്ങൾക്കും അവർ മറുപടി വളരെ വിദഗ്ധമായിട്ട് പറഞ്ഞു. നാരദൻ ചോദിച്ചു, അനുനിമിഷം വേഷം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയുടെ പിടിയിൽപ്പെട്ട് വെറുതെ ഇരുതല മൂർച്ചയുള്ള കത്തിയുടെ പ്രവാഹത്തിൽ പെടണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചോദ്യം കൂടിയുണ്ട്. തിരിച്ചു വരാൻ കഴിയാത്ത ഒരു ഗുഹ ഏതാന്ന് ചോദിച്ചു. ഒരു കവാടം. എത്ര വഴി അറിയാവുന്നവനും അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അവർ കണ്ടെത്തി. കവാടം
ഒരു വാതിൽ തുറന്ന് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത ആ സ്ഥലം മോക്ഷം തന്നെ. ഭഗവത് പദം എന്ന ആ പദത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചുവരവില്ല. അപ്പോൾ അവർ പറഞ്ഞു മോക്ഷപദം എന്ന് പറഞ്ഞു. അപ്പോൾ മോക്ഷം പ്രാപിക്കേണ്ടതെന്ന് നാരദൻ ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. ഓം നമോ നാരായണായ പുരുഷായ ഹംസായ മഹാഹംസായ ധീമഹി എന്നുള്ളൊരു മന്ത്രമൊക്കെ ചൊല്ലി അവരെ മോക്ഷപഥത്തിലേക്ക് എത്തിച്ചു നാരദൻ. ദക്ഷിണ മനസ്സിലായി. ഈ നാരദൻ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച്, ഭഗവാനാണെങ്കിൽ എന്നെ സൃഷ്ടിക്കാൻ ഏൽപ്പിച്ചതാ, അതിനാണ് ഭാര്യയെ പോലും തന്നത് ഭഗവാൻ. 1000 കുട്ടികളെ വീണ്ടും അദ്ദേഹം സൃഷ്ടിച്ചു. ശബളാശ്വന്മാർ എന്ന് അവർക്കും പേരിട്ടു. എന്നാൽ അവരോട് മര്യാദയ്ക്ക് വീട്ടിൽ പോയി താമസിച്ച് പഠിക്കൂ, കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതല്ല ചെയ്തത്. അവരോടും പറഞ്ഞു തപസ്സിന് പോകുമെന്ന് പറഞ്ഞു. തിരിച്ചു വന്ന് എന്നെ സൃഷ്ടിയിൽ സഹായിക്കണം ട്ടാ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഏട്ടന്മാർ കുറെ മഹാന്മാരുണ്ടായിരുന്നു, അവരൊക്കെ എൻ്റെ കൂട്ടുകാരാ, നിങ്ങൾക്ക് എൻ്റെ കൂട്ടത്തിൽ കൂടാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അവരും പറഞ്ഞു ഞങ്ങളും വരാമെന്ന് പറഞ്ഞു. അവരെയും നാരദൻ വാചക്കൂടം ചോദിച്ച് ഇതാ മുക്തരാക്കി തീർത്തു. ഇപ്പൊ ദക്ഷന് ശരിക്കും സാമാന്യത്തിൽ അധികം ദേഷ്യം വന്നു. അതാണ് വാസനാബലം എന്നല്ല പറഞ്ഞത്. ദേഷ്യമൊന്നും വരാൻ പാടില്ല. വാസ്തവത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് സിദ്ധിച്ച ആളാ. പക്ഷെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇത്തവണ കാണിച്ചു തരാന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്ത് ചെയ്തു, ഈ സ്ത്രീകളുടെ അടുത്തേക്ക് ഉപദേശമായിട്ട് നാരദൻ വരാറില്ല. പൊതുവെ കുറവാണ്. അദ്ദേഹം സ്ത്രീ സംഗമം അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള സംവാദം മാക്സിമം ഉപേക്ഷിക്കുന്ന ആളാണ് നാരദ മഹർഷി. അത് മനസ്സിലാക്കി 60 പെൺകുട്ടികളെ അദ്ദേഹം സൃഷ്ടിച്ചു. ഇനി അച്ഛനെ ഒന്ന് നേരെയാക്കാം. മക്കള് ചോദിച്ച് നേരെ അച്ഛനോട് ഇതേ ചോദ്യങ്ങൾ ചോദിക്കാം എന്നൊക്കെ വിചാരിച്ച് നാരദൻ കൊട്ടാരത്തിലേക്ക് കയറി വന്നപ്പോൾ വിളിച്ച് ഇരുത്തി സ്വീകരിച്ച് ശപിച്ചു. സൂര്യൻ ഒരു റൗണ്ട് കറങ്ങുന്ന അത്ര നേരം നിനക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റാതെ പോകട്ടെ എന്നാണ് ശാപം. അപ്പോൾ അത് 1 നാഴിക എന്നുള്ളത് കറക്റ്റ്. നാരദൻ താങ്ക് യു എന്ന് പറഞ്ഞു. കാരണം ഒരു ദിക്കിൽ കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെ മാത്രമേ നേരെയാക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യണോണ്ട് കൂടുതൽ ഗ്രൂപ്പുകളെ എനിക്ക് ഭഗവത് പാദത്തിലേക്ക് എത്തിക്കാമല്ലോ. അതിന് നന്ദി. ഇതാണ് സജ്ജനങ്ങളുടെ മാഹാത്മ്യം എന്ന് പറയുന്നത്. ഏതാവൽ സാധുലക്ഷണം എന്ന് പോഷണ ലീലയിൽ 3-4 ദിക്കിൽ ശുകൻ പ്രയോഗിക്കുന്നത് കാണാം. സാധുക്കളുടെ ലക്ഷണം ഇതാണ് എന്ന് വെച്ചാൽ ശാപത്തെ പോലും അതിൻ്റെ അനുഗ്രഹമായിട്ട് മാറ്റിയെടുക്കുന്ന സ്വഭാവം. അപ്പൊ ദക്ഷന്റെ ആ കഥയിൽ വാചക്കൂടം ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം അതിൻ്റെ ഒരു അടുത്തുകൂടെ പോയിട്ടുണ്ട്. അപ്പൊ ആ വാചക്കൂടം നമ്മളൊന്ന് വിസ്തരിച്ചു എന്ന് മാത്രം. തസ്യാത്മജാസ്ത്വയുതമീശ പുനഃസഹസ്രം. തസ്യാത്മജ ആത്മാവിൽ നിന്ന് ജനിച്ചവര് പുത്രന്മാർ. അത് രേതസാ മനസാ ചെയ്വ എന്ന് നേരത്തെ ശിവൻ പറഞ്ഞതിന്റെ വ്യാഖ്യാനമാണ് ആത്മജാഹ. ഗുരുവായൂരപ്പ അദ്ദേഹത്തിന്റെ ആ 10,000 അയുതം ഈശ 10,000 പേരും പുനഃസഹസ്രം പിന്നീട് 1000 പേരും എന്തു ചെയ്തു? ശ്രീനാരദസ്യ വചസാ തവ മാർഗമാപു. വചസ എന്നുള്ളത് കൊണ്ട് വാചക്കൂടം എന്നുള്ളത് തീരുമാനമായി. ശ്രീനാരദസ്യ വാചക്കൂടേന. വചസ എന്നുള്ളതിന് വൃത്തം സമ്മതിക്കാത്തതുകൊണ്ടാണ് വാചക്കൂടം എന്ന് പറയാത്തത്. ഇല്ലെങ്കിൽ വചസ എന്നുള്ളതിന് വേറെ ഒരുപാട് പദമുണ്ട്. അപ്പൊ ഇവിടെ വചസ എന്ന് പ്രയോഗിച്ചത് വാചക്കൂടത്തെ ഓർമ്മിപ്പിക്കാനാണ് ഭട്ടതിരിപ്പാട്. ശ്രീനാരദസ്യ വചസ തവ മാർഗമാപു. അവിടുത്തെ മാർഗത്തെ പ്രാപിച്ചു. അപ്പൊ ആ വാചക്കൂടം 2 പേരോടും ചോദിച്ചു എന്നുള്ളത് ആദ്യത്തെ വരിയിൽ നിന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കാരണം ത്വയുതമീശ പുനഃസഹസ്രം. ആദ്യത്തെ 10,000 പേരെയും പിന്നീട് 1000 പേരെയും എന്നവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ ശ്രീനാരദന്റെ വാക്കുകളാൽ അവിടെ ഗുരുവായൂരപ്പ പാദത്തിലേക്ക് അവരെല്ലാവരും എത്തി. ഭഗവാനെ നൈകത്രവാസമൃഷയേ സമുമോചാപം. ഹി ഡെലിവേർഡ് എന്നാണ്. മുമോച എന്ന് വെച്ചാൽ ഡെലിവേർഡ്. ശാപം കൊടുത്തു എന്നുള്ളതല്ല, ശാപം പുറത്തേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. മുമോച എന്ന് വെച്ചാൽ മോചിപ്പിച്ചു എന്നുള്ള അർത്ഥം. അപ്പൊ ഈ മോചിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ഉള്ളിലുണ്ടായിരുന്നു എന്നർത്ഥം. അതും അവിടെ തെളിയിച്ചു. ദക്ഷന് നാരദനോട് ലേശം അലോഗ്യമുണ്ടായിരുന്നു എന്ന് ശ്രീശുഖന്റെ പ്രയോഗത്തെ അവിടെ ചൂണ്ടിക്കാണിച്ചു. മുമോച ശാപം എന്നുള്ള പ്രയോഗം അതാണ്. ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യത്തെ മോചിപ്പിച്ചു. ഉള്ളിലുണ്ടായിരുന്ന ശാപ ആഗ്രഹത്തെ അദ്ദേഹം മോചിപ്പിച്ചു. സമുമോച ശാപം എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി ശപിച്ചു എന്നർത്ഥം. നൈകത്രവാസമൃഷയെ ഒരു ദിക്കിൽ ന ഏകത്ര, ഒരു ദിക്കിൽ
ഋഷയെ വാസം ന ഭവതി, ഋഷിക്കായിക്കൊണ്ട് വാസം ഉണ്ടാവാതെ പോകട്ടെ എന്ന് മുമോച ശാപം, ഉള്ളിലുണ്ടായിരുന്ന, കാരണം അദ്ദേഹം ഓൾറെഡി അത് പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ശാപ. ഇവനിങ്ങനെ കുറെ ദിക്കിൽ നിന്ന് കുറെ ദിവസം താമസിച്ച് കുറെ ആൾക്കാരെയാണ് നേരിയാക്കി എടുക്കുന്നത്. ഈ കുട്ടികളെ ഈ ചെറുപ്രായത്തിൽ തന്നെ സന്യാസി മാർഗത്തിലേക്ക് പറഞ്ഞു വിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു ദിക്കിൽ ഇവൻ കൂടുതൽ നേരം നിൽക്കരുത് എന്നുള്ള ശാപം ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചിരുന്നു ദക്ഷൻ. അപ്പൊ നൈകത്രവാസം ഋഷയെ, ഒരു ദിക്കിലായിട്ട് ഋഷിക്ക് വാസം ഇല്ലാതെ പോകട്ടെ, മുമോച ശാപം, ആ ശാപത്തെ അദ്ദേഹം പുറത്തേക്ക് വിട്ടു. അല്ലാതെ ഋഷിമാർക്ക് തോന്നുന്ന അപ്പോൾ തോന്നുന്ന ശാപമല്ല എന്നർത്ഥം. അവിടെ കളക്ട് ചെയ്ത് വെച്ചിരുന്നു ദക്ഷൻ എന്താണ് ശപിക്കേണ്ടത് എന്ന്. നാരദനെ നേരിട്ട് കണ്ടപ്പോൾ ആ ശാപം പുറത്തേക്ക് വിടുന്നു. ഭക്തോത്തമസ്തു ഋഷി, ഭക്തോത്തമനാകുന്ന ഋഷിയാകട്ടെ, ഋഷിമാരുടെ എത്ര പേരുടെ പദത്തിന്റെ പുറകിൽ, പേരിന്റെ പുറകിൽ ഈ പദം നമുക്ക് പ്രയോഗിക്കാൻ ധൈര്യമായിട്ട് സാധിക്കും. ഭക്തോത്തമൻ എന്ന പ്രയോഗം, അവിടെയാണ് ഭക്തന്റെ ലക്ഷണം കാണിക്കുന്നത്. ഏതാവൽ സാധുലക്ഷണം എന്ന് ശ്രീശുകൻ പറഞ്ഞതിനെ അവിടെ സ്ഥാപിക്കുകയാണ് ഭക്തോത്തമ എന്നുള്ള പ്രയോഗത്തിലൂടെ. ഇതാണ് സാധുക്കളുടെ ലക്ഷണം എന്ന് ശ്രീശുകൻ പറയുമ്പോൾ, സാധുവാണ്, സാധു ഉത്തമൻ, ഭക്ത ഉത്തമനാണ് ഋഷി. മഹർഷിമാരുടെ ഒരുപാട് പേരുടെ നാമത്തിന് പുറകിൽ ഈ വിശേഷണം യോജിക്കില്ല. ഒരുപക്ഷെ ആ വിശേഷണം യോജിക്കുന്ന ഒരേ ഒരു ഋഷിയായിരിക്കും ശ്രീനാരദ മഹർഷി. അതാണ് ഏതാവൽ സാധുലക്ഷണം എന്നുള്ളതിന്റെ വ്യാഖ്യാനം. ഭക്തോത്തമസ്തു ഋഷി, ഭക്തോത്തമനായ ഋഷിയാകട്ടെ, അതിനെ എങ്ങനെ സ്വീകരിച്ചു? അനുഗ്രഹമേവമേനെ, അതിനെയും അനുഗ്രഹമായി സ്വീകരിച്ചു അല്ലെങ്കിൽ കരുതി. മേനയെന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള അർത്ഥം വിചാരിച്ചു എന്നാണ്. അനുഗ്രഹമായിട്ട് അതിനെ വിചാരിച്ചു. കാരണം ഒരു ഗ്രൂപ്പിനെ ഒരു സ്ഥലത്ത് ഒരുപാട് ദിവസം ഇരുന്ന് നേരെയാക്കുന്നതിനേക്കാൾ സാധ്യതയുണ്ട്, അവസരമുണ്ട് ഈ ശാപത്താൽ തനിക്ക് ഒരു ദിക്കിൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത ദിക്കിലേക്ക് വേഗം പോകാം. അപ്പൊ ഈ ദിക്കിലെ ആളുകളോട് പെട്ടെന്ന് തന്നെ അവരെ മോക്ഷമാർഗത്തിലേക്ക് എത്തിക്കാം, അടുത്തുള്ള ഗ്രൂപ്പിനെയും പെട്ടെന്ന് തന്നെ എത്തിക്കാം. അപ്പൊ അതൊരു അനുഗ്രഹമാക്കിയിട്ട് തന്നെ നാരദ മഹർഷി സ്വീകരിച്ചു. നാരദന്റെ ഈ സ്വഭാവമാണ് പല കഥകളിലും നമുക്ക് കാണാം. ഭഗവാന്റെ ഗാർഹസ്ഥ്യം പരീക്ഷിക്കാൻ പോകുമ്പോഴൊക്കെ നാരദൻ കാണിക്കുന്ന ഈ പാടവം, അതിന് ദക്ഷന്റെ ഈ ശാപം ഗുണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നാരദ മഹർഷി അതുകൊണ്ടായിരിക്കും ഇതിനെ അനുഗ്രഹമായിട്ട് സ്വീകരിച്ചത്. പല ദിക്കിൽ ഒരേ സമയം എത്തിച്ചേരാൻ സാധിക്കുമല്ലോ എനിക്ക്, എവിടെയും പോകാൻ പറ്റാതെ വരട്ടെ എന്നല്ല ദക്ഷൻ ശപിച്ചത്. ഒരു ദിക്കിൽ നിനക്ക് ഇരിക്കാൻ പറ്റാതെ പോട്ടെ എന്നാണ്, അതൊരു അനുഗ്രഹമാണ്. അത് അനുഗ്രഹമായിട്ട് തന്നെ സ്വീകരിച്ചു. തസ്യാത്മജാസ്ത്വയുതമീശ പുനഃസഹസ്രം, അദ്ദേഹത്തിന്റെ പുത്രന്മാരാവട്ടെ ആദ്യം 10,000 പിന്നീട് 1000 ശ്രീനാരദസ്യ വചസാ തവ മാർഗമാവു, ശ്രീനാരദ മഹർഷിയുടെ വാക്കുകൊണ്ട് അവിടുത്തെ മാർഗത്തിലേക്ക് എത്തിച്ചേർന്നു ഗുരുവായൂരപ്പ. നൈകത്രവാസമൃഷയേ സമുമോച ശാപം, ഒരു ദിക്കിൽ നിനക്ക് വാസം ഇല്ലാതെ പോകട്ടെ എന്ന് ശപിച്ചു മഹർഷിയെ. ഭക്തോത്തമസ്തു ഋഷി അനുഗ്രഹമേവ മേനെ, ഭക്തോത്തമനായ ഋഷി അത് അനുഗ്രഹമായിട്ട് തന്നെ വിചാരിച്ചു. നമസ്കാരം, ജയ് ശ്രീകൃഷ്ണൻ.